നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അനീഷേട്ടനും ദേവിക ചേച്ചിയും നേർച്ച നടത്താനായി ക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് 2 ഗുണ്ടകളെ കണ്ടത്ര. ആ ഗുണ്ടകള് സിദ്ധുവേട്ടന്റെ അപകടത്തെ കുറിച്ച് സംസാരിച്ചത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. സേവ് ചെയ്തല്ലോ. താങ്ക് യു സർ. അനീഷേട്ടാ, നമുക്കിപ്പോ തന്നെ ഈ അഡ്രസ്സിലെത്തണം. ഇറങ്ങി നമുക്കിവിടെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ബ്രോ, ഈ അഡ്രസ് ഇതിലെ ആളെ അറിയോ? അറിയില്ല. നിങ്ങൾ ആ കടയിലൊന്ന് ചോദിച്ചു. അവിടെ ആ കടയിൽ വാ. ചേട്ടാ, ഈ അഡ്രസ്സിലുള്ള ആളെ അറിയോ? അയ്യോ, അറിയില്ല കേട്ടോ. അതാ മെഡിക്കൽ സ്റ്റോറിലൊന്ന് ചോദിച്ചോ, അവർക്കറിയാം. അവിടെയോ? ആ ശരി ചേട്ടാ, വാ നോക്കാം. ചേട്ടാ, ഈ അഡ്രസ്സിലുള്ള ആളെ അറിയോ? ഇത് നമ്മുടെ ചന്ദ്രൻ, സിലോൺ ചന്ദ്രൻ. ഇവന്റെ വീട് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നേരെ ചെല്ലുമ്പോ ഇടതുവശത്തൊരു വായനശാല കാണും. വായനശാല കഴിഞ്ഞാ തൊട്ടടുത്ത ചന്ദ്രന്റെ വീട്. ഓ, അല്ല, എന്താ കാര്യം? ഒന്നുമില്ല ഏട്ടാ, താങ്ക് യു. ശരി. അപ്പോ ഇത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ശരി. അനീഷേട്ടാ, ചന്ദ്രൻ ചേട്ടനാണോ? അതെ ചേട്ടാ, ഈ നമ്പറിലുള്ള ബൈക്ക് ചേട്ടൻ്റെ ആണോ? അതെ. ആ വണ്ടി ഇപ്പൊ എവിടെ ഉണ്ട്? അതിപ്പോ എന്റെ കയ്യിലില്ല. 6-7 വർഷം മുമ്പ് ഞാൻ അത് വേറൊരാൾക്ക് വിറ്റു. അല്ല ചേട്ടാ, ആ ബൈക്ക് ആർക്കാ വിറ്റത്? അയാളുടെ കോണ്ടാക്ട് നമ്പർ വല്ലതും ഉണ്ടോ? വണ്ടി വിറ്റിട്ട് കൊല്ലങ്ങളായില്ലേ, അതുകൊണ്ട് എനിക്ക് അയാളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. അല്ല, അയാളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ? ഞാൻ എന്തിനാ അതൊക്കെ അറിയണം? എനിക്ക് അയാള് വണ്ടിയുടെ വില ക്യാഷ് ആയിട്ടാ തന്നത്. അല്ല, നിങ്ങളാരാ? നിങ്ങൾ ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? നിങ്ങൾ എന്തിനാ ബൈക്കിന്റെ പിന്നാലെ അന്വേഷിച്ചു വരുന്നേ? അതെ, ആ ബൈക്ക് ഞങ്ങളുടെ കാറിലിടിച്ച് കേടുവരുത്തിയിട്ട് നിർത്താതെ പോയി. അല്ല, അതിപ്പോ അങ്ങനെ വിടാൻ പറ്റുമോ? അതിന് നിങ്ങൾ എന്തിനാ മെനക്കിടുന്നേ? പോലീസിനെ അറിയിച്ചാ പോരായിരുന്നോ? ഓ, പോലീസിനൊക്കെ എന്തിനാ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നേ? ഇത് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അല്ല ചേട്ടാ, ആ ബൈക്ക് വാങ്ങിയ ആളെ കാണാൻ എങ്ങനെ ഉണ്ടാവും? നല്ല പൊക്കമുള്ള, മുടി നീട്ടി വളർത്തി താടി വെച്ച ഒരാളാണോ, അതോ ഇത്തിരി തടിച്ച് കറുത്ത ഒരാളാണോ? ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നടന്നിട്ട് വർഷങ്ങളായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ബൈക്ക് വാങ്ങിയ ആളിന്റെ പേര് പോലും ഓർമ്മയില്ല, പിന്നെ രൂപം ഓർത്തിരിക്കുന്നേ. നിങ്ങൾ അയാളെ കുറിച്ച് എന്നോട് അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ സമയം പാഴാക്കാതെ പോകാൻ നോക്ക്. ഓ, അപ്പൊ അറിഞ്ഞിട്ടും ചേട്ടാ അറിയാത്ത പോലെ നടിക്കുകയല്ലേ? എന്താടാ, നിനക്ക് എന്താ വേണ്ടേ? അനീഷേട്ടാ, വാ പോവാം, നമുക്ക് പോവാം. പോ. എന്നോട് വെറുതെ മെക്കിട്ട് ഇറങ്ങുന്നാലേ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. പോടാ. മോള് വീട്ടിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? എന്തിനാ ഇപ്പൊ തിടുക്കപ്പെട്ട് തിരികെ വന്നത്? ഞാൻ വീട്ടിൽ ചെന്നപ്പോ ഒരു കാര്യം അറിഞ്ഞു. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വേഗം മടങ്ങി പോകുന്നത്. എന്തായിരുന്നു കാര്യം? വീട്ടിൽ ചെന്നപ്പോ ഞാൻ അനീഷേട്ടനെ കണ്ടു. അനീഷേട്ടനും ദേവിക ചേച്ചിയും നേർച്ച നടത്താനായി ക്ഷേത്രത്തിലേക്ക് പോയപ്പോ അവിടെ വെച്ച് 2 ഗുണ്ടകളെ കണ്ടത്ര. ആ ഗുണ്ടകള് സിദ്ധുവേട്ടന്റെ അപകടത്തെ കുറിച്ച് സംസാരിച്ചത്. അത് കേട്ടപ്പോ ദേവിക ചേച്ചിക്ക് അവരിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ട് അനീഷേട്ടനോട് അവരെ പിന്തുടരാൻ പറഞ്ഞു. അനീഷേട്ടൻ അവരെ ഫോളോ ചെയ്ത് പോയെങ്കിലും ചേട്ടന് അവരെ കുറിച്ച് കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. എന്തായാലും സിദ്ധുവേട്ടന്റെ അപകടത്തിന് പിന്നില് ഒരു ചതിയുണ്ടെന്ന് അനീഷ് ചേട്ടനും ദേവിക ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്.
അവരിപ്പോ ആ ആക്സിഡന്റിന്റെ പിന്നിലെ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നേരിട്ട് അന്വേഷിക്കാൻ പോവാ. ഞാൻ അവിടെ നിൽക്കുമ്പോ തന്നെ ഗുണ്ടകൾ സഞ്ചരിച്ച ബൈക്കിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ വേണ്ടി അനീഷേട്ടൻ RT ഓഫീസിലേക്ക് പോവായിരുന്നു. അതുകൊണ്ട് അനീഷേട്ടൻ കൂടുതൽ കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ല. പക്ഷെ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം മുത്തശ്ശനോട് ചോദിച്ച് മനസ്സിലാക്കി. ദേവിക ചേച്ചി അനീഷേട്ടനും കുറ്റവാളിയെ കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല. മോളെ അത് ഹായ്. പോലീസ് അന്വേഷിച്ചിട്ട് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനാകാത്ത അപകടമായിരുന്നു അത്. ആ ആക്സിഡന്റിനെ കുറിച്ചാ അനീഷും ദേവിയും ചേർന്ന് അന്വേഷിക്കാൻ പോകുന്നു. അവരന്വേഷിക്കട്ടെ. അവരുടെ കഴിവിന്റെ പരമാവധി അവരന്വേഷിക്കട്ടെ. നമ്മൾ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. വലിയ CBI ഓഫീസറാന്നോ ദേവിക ചേച്ചിയുടെ ഭാവം. ദേവിക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മോളെ. മോളുടെ കാര്യം നോക്ക്. ശരി. ഇനി ചേച്ചെങ്ങാനും യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കോ? എവിടുന്ന് കണ്ടുപിടിക്കാനാ? മോൾ ഇതേക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം പാഴാക്കാൻ നിൽക്കണ്ട. മോള് ചെല്ല്. ശരി. നീ എന്താ അവളോട് ചോദിക്കാൻ പോയത്? ദേവികയുടെ അന്വേഷണത്തെ കുറിച്ച് കൂടുതലായി എന്തെങ്കിലും അഞ്ജലിയിൽ നിന്ന് അറിയാൻ പറ്റുമെന്ന് നോക്കിയതാ. ഓ, നീ മണ്ടത്തരമാ കാണിക്കാൻ ഒരുങ്ങിയത്. എടി, അഞ്ജിത് അത്ര പൊട്ടിയൊന്നും അല്ല. നമ്മളിപ്പോ ഈ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച അഞ്ജിതയ്ക്ക് ചിലപ്പോ നമ്മളിൽ സംശയം തോന്നാൻ ഇടയുണ്ട്. അതുകൊണ്ടാ ഞാൻ നിന്നെ തടഞ്ഞത്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആർക്കും ഒരു സംശയവും നമ്മളിൽ തോന്നാൻ ഇട കൊടുക്കരുത്. ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. അത് നല്ല ഓർമ്മ വേണം. സോറി ഹരിയേട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ദേവിക അനീഷും അന്വേഷിക്കട്ടെ. ആ അന്വേഷണം ഒരിക്കലും നമ്മളിലെത്തില്ല. അത് ഞാൻ നോക്കിക്കോളാം. ആരാ ഹരിയേട്ടാ? ഇതാ ചന്ദ്രന്, ഗുണ്ടകളുടെ നേതാവ്. ഓ, ഇനിയിപ്പോ പുതിയ ഏടാവിടെ ഒപ്പിച്ചിട്ടാവോ വിളിക്കുന്നത്? അറ്റൻഡ് ചെയ്യേ. ഹലോ, താൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത്? അനാവശ്യമായി എന്നെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? സാറേ, ഞാൻ സാറിനെ വെറുതെ ഒന്നുമല്ല വിളിക്കുന്നത്. സാറിനോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കില്ലല്ലോ. എന്ത് കാര്യം? സാറേ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു ചെറുപ്പക്കാരനും കൂടെ ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ട്. അവരെന്റെ ബൈക്കിനെ കുറിച്ചും അതിൽ യാത്ര ചെയ്തിരുന്ന എന്റെ പയ്യന്മാരെ കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ സാറിനെ വിളിച്ചത്. എന്നിട്ട് ആ പെണ്ണിനെ കണ്ടിട്ട് അവൾക്ക് നിസ്സാരക്കാരിയാണെന്ന് തോന്നുന്നില്ല. അത്യാവശ്യത്തിനുള്ള വിവരവും എന്തിനു പോകുന്ന ധൈര്യമൊക്കെ അവക്കുണ്ട്. ബൈക്കിന്റെ നമ്പർ വെച്ചാ അവരെന്റെ അഡ്രസ് കണ്ടുപിടിച്ചത്. അവര് വേറെന്തൊക്കെ ചോദിച്ചു? ബൈക്ക് എന്റേതാണെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ബുദ്ധിപൂർവ്വം കള്ളം പറഞ്ഞു. 6-7 വർഷം മുമ്പ് ആ ബൈക്ക് ഞാൻ വേറൊരാൾക്ക് വിറ്റതാണെന്ന് പറഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.